കളി അടിപൊളിയായിരുന്നു. തേഴ്സ്ഡേ ഇനി അടുത്തത് തേഴ്സ്ഡേ ആരുമായിട്ടാ? ടീമിനെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അവര് അടിപൊളി ടീമാണ്. ഇന്നലെ നമ്മൾ ജയിച്ചതാണ്. ഇന്ന് അവര് ഓക്കെ ആയിരുന്നു. എന്താ പറയാ, ഗെയിം ആകുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി വരും. ബട്ട് നല്ല സ്കോറിംഗ് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ റൺ റേറ്റ് ഒക്കെ അത്യാവശ്യം ഒരു ഡേറ്റ് ഔട്ട് സ്കോർ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ അതൊക്കെ അത്യാവശ്യം ഇന്നലെ ഞങ്ങൾക്ക് ബോണസ് 2 കിട്ടിയത്. ഇന്നലെ ചെണ്ണായിരുന്നു. ഇന്നലെ ചേച്ചി പറഞ്ഞല്ലേ മറ്റേ ടീം സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഫസ്റ്റ് ഗെയിമിന് ശേഷം തീരുമാനിക്കും എന്നൊക്കെ. അല്ല, ഇവർ ഓൾറെഡി നമ്മുടെ കോച്ച് രണ്ടുപേരുണ്ട്. അവർ ഭയങ്കര സൂപ്പറാണ്. സോ അവരുടെ ഇതിൽ അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് പ്ലേ ചെയ്യിച്ചെടുക്കണം. എല്ലാവരും അടിപൊളിയായിട്ട് ഗെയിമിനെ ഗെയിമായിട്ട് എടുത്ത് അത്ര സീരിയസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. സോ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തന്നെ കാണാനുണ്ട്. എല്ലാ ടീമും നമുക്ക് ഇന്ന ടീമെന്ന് പറയാൻ പറ്റുന്നില്ല. ചില ദിവസം ചിലർ നന്നായിട്ട് പെർഫോം ചെയ്യും, ചില ദിവസം അവരെ കുറിച്ച് ഇതായിരിക്കും. അങ്ങനെയാണ് ഭയങ്കര ഭയങ്കര ത്രിൽ. ഇങ്ങനെ എന്താ പറയണ്ടേ, ഞാനൊക്കെ ഇങ്ങനെ രാവിലെ ഓടി അത്രയും, കാരണം ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈവായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഓരോ ടീമിലും, പിന്നെ ഓപ്പോസിറ്റ് ടീമിലും എനിക്ക് അറിയുന്നവരാണ്. അതാണ് ഇപ്പം എൻ്റെ ടീം കാരണം അവർ ഔട്ടായാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം അതൊരു ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഭയങ്കര സ്വന്തം ടീമിനെ മാറ്റി വെച്ച ചേച്ചിയുടെ ബാക്കി ടീമുകൾ ഏതാ ഫേവറേറ്റ്? അറിയോ, എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഓരോരോ ടീമിലുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മുടെ അംബാസിഡേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം ഒരു മാച്ച് നടക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്ലെയേഴ്സൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ടീം, എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി കൈയടിക്കും. അതങ്ങനെയാണല്ലോ, മനുഷ്യന്മാരങ്ങനെയാണല്ലോ. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യവും കാര്യങ്ങളൊക്കെയാണ്. ചില സമയത്ത് ചിലർ നല്ല ഫോമായിരിക്കും, നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ. എന്തായാലും അടിപൊളി ആവട്ടെ. നല്ലൊരു സംഭവമാണ്. ഭയങ്കര രസമാണ്. പിന്നെ ഞാനൊക്കെ ഇങ്ങനെ രാവിലെ ഓടി മാച്ചിൻ്റെ ഒക്കെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡൊക്കെ എന്റെ പൊന്നൂര് ഇങ്ങോട്ടാ, ഞാൻ സമീല മാച്ചിന് പോകണം. ഭയങ്കര എൻജോയ് ചെയ്യും. നോക്കൗട്ട് സീരീസ് ആക്ച്വലി കേരളത്തിൽ ആദ്യമായിട്ടാണ് സാധാരണ ക്രിക്കറ്റ് കാണുന്നേക്കാളും ടി വി കാണുന്ന സ്ട്രൈറ്റ് നേരിട്ട് കാണുന്നത് വെറൈറ്റിയാണ്.